ഗോവയിൽ നിന്ന് ഒരു 1.5 hours ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ പാലോലം ബീച്ചിലെത്തിയത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഇതുവരെ കണ്ട ഒരു ഗോവയുടെ സിറ്റി ലൈഫൊന്നുമല്ല ഇവിടെ. ഭയങ്കര ഒരു കാമായിട്ട് ഉള്ള ഒരു സ്ഥലം. ഇതാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ട്. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ബീച്ചാണ്. ഇവരുടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ ഒരു റൂമാണ് എനിക്ക് കിട്ടിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂം. നമുക്ക് പുറത്തിരിക്കാനൊരു സ്പേസ് ഉണ്ട്. അവിടെ സ്വിങ് ഉണ്ട്. ഇത് എന്തോ മണ്ണ് വെച്ച് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ഇതിനുള്ളിൽ കയറുമ്പം തന്നെ നല്ലൊരു തണുപ്പുണ്ട്, AC ഇട്ടിട്ടില്ലെങ്കിലും. പിന്നെ ഈ ഒരു ഡ്രസ്സാണ് ഞാനിന്ന് ഇട്ടത്. ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഒരു നോർമൽ ഇതാണെങ്കിലും ഉള്ളിൽ ഭയങ്കര തണുപ്പുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റിലേക്കാണ്. റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് അധികം റഷൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഷാർക്കുകളും പിന്നെ ബീച്ച് വ്യൂ ആണ്. നൈറ്റൊക്കെ ഇവിടെ ഭയങ്കര അടിപൊളിയായിരിക്കും. ഞാനൊന്ന് ഈവനിങ് ആയിട്ട് ബീച്ചിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമോ. ഇവിടെ ഇങ്ങനെ ബീച്ച് വ്യൂ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ആക്ച്വലി. പാലോലം ബീച്ച് ഈസ് പെർഫെക്റ്റ് ഫോർ ഫാമിലീസ്, ബാക്ക് പാക്കേഴ്സ് ആൻഡ് എനിവൺ സീക്കിംഗ് ഫോർ എ റിലാക്സിങ് ഗെറ്റ് അവേ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പ്രോൺസ് ചില്ലി ഓർഡർ ചെയ്തു. ഇവരെല്ലാത്തിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഈ ഒരു സാലഡും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും തരും. അങ്ങനെ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഒരു സാൻഡ്വിച്ചും ഓർഡർ ചെയ്ത് കഴിച്ചു. ദെൻ ആഫ്റ്റർ ഫുഡ് ഒന്ന് ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. അധികം വെയിലൊന്നുമില്ലായിരുന്നു. സോ എല്ലാവരും ഇറങ്ങി തുടങ്ങി. അതുകൊണ്ട് ഞാനും ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. ഇവരിങ്ങനെ ഈവനിങ്ങിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ഈ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ക്യാൻഡിൽ ലൈറ്റൊക്കെ ഉണ്ടാവും നൈറ്റ്. ഭയങ്കര അടിപൊളിയായിരിക്കും. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളോ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.